പ്രാണിക്കും തത്തിക്കോ ഉറുമ്പിനോ ഒന്നും കൊടുക്കാതെ നന്നായി പറഞ്ഞു കഴിയുമ്പോൾ പറിച്ചെടുത്ത പയറ് നന്നായി തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് തീയൽ വെച്ച് വേവിക്കുക. അതിനുശേഷം അത് വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ പൊട്ടിച്ചിട്ട് തേങ്ങ ചിരണ്ടുക. തേങ്ങ ചിരണ്ടി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉള്ളി ആണെങ്കിൽ നല്ലത്. ഉള്ളി ഇല്ലെങ്കിൽ കുറച്ച് സവോളയും കുറച്ച് പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക. മൊത്തം തേങ്ങ ഒതുക്കണമെങ്കിൽ ഒതുക്കാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. തേങ്ങ കുറച്ചേ ഞാനിവിടെ അമ്മ ഒതുക്കുന്നുള്ളൂ. അത് ഒതുക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ വെന്ത് കൊണ്ട് പറ്റിയിരിക്കുന്ന പയറിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ തേങ്ങായ ഇട്ട് കൊടുക്കുക. ആദ്യം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തേങ്ങ ഒതുക്കാതെ വെച്ചിട്ടുണ്ടെന്ന്, അതമ്മ ആദ്യം ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ ഒതുക്കിയ തേങ്ങായും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഉപ്പ് ഇട്ടാണ് ഇത് വേവിച്ചത്. നന്നായി മിക്സ് ചെയ്യുക. മൊത്തം വെള്ളം പറ്റിയൊന്നുമില്ല കേട്ടോ, കുറച്ച് വെള്ളം കൂടെ പറ്റാനുണ്ട്. അതാ തേങ്ങ വെന്ത് പറ്റി വരുമ്പോഴത്തേനും അടിപൊളിയായിരിക്കും. വീഡിയോ കൊള്ളില്ലേലും കറി അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ എന്നിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അങ്ങനെ കറിയൊക്കെ പറ്റി പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.